നിങ്ങൾക്ക് സാമ്പത്തികമായി ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള നിലവിൽ നിന്നും സാമ്പത്തികമായിട്ട് വലിയൊരു ഉയർച്ചയിലേക്ക് പോകാത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോഴുള്ള രീതിയിൽ തന്നെ പോകുന്നു, കടങ്ങൾ വാങ്ങുന്നു, കിട്ടുന്ന പൈസ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഓരോ മാസവും പിറ്റത്തെ മാസവും അതേപോലൊക്കെ തന്നെ സംഭവിക്കുന്നു. അല്ലാതെ ഒരു മാറ്റം വരുന്നില്ല. എന്തുകൊണ്ടാണ് ആ മാറ്റം വരാത്തത് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മാറ്റത്തിലേക്ക് വരുന്നത്. നമുക്കിപ്പോൾ ആ നിലയിൽ എത്താൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിലല്ല എന്നുള്ളതാണ്. നമ്മളിൽ നിന്നുണ്ടാകുന്ന ഫ്രീക്വൻസി, ഇമോഷണൽ ഫ്രീക്വൻസി, അതിൻ്റെ വൈബ്രേഷൻ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിൻ്റെ ഇതിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല, മോശം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ യൂണിവേഴ്സുമായിട്ട് നമ്മളൊരു അലൈൻമെൻറ്റിൽ എത്തിയാൽ മാത്രമേ നമ്മളിലേക്ക് എല്ലാം ഒഴുകിയെത്താൻ തുടങ്ങുള്ളൂ. മറ്റത് കഷ്ടപ്പെട്ടിട്ട് നമ്മൾക്ക് നേടിയെടുക്കുന്ന, ഒരുപാട് കഷ്ടപ്പെടണം, കുറച്ച് കാശ് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടില്ല. ഇത് അലൈൻമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കുണ്ടാവും. ആ ഒഴുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ ഈ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിൽ എത്തണം. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ അലൈൻമെൻറ്റിൽ എത്താൻ പറ്റും. അലൈൻമെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഈസിയായി നമ്മളിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരും എന്നല്ല. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഹാർഡായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വളരെ പെട്ടെന്ന് നടക്കും. നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ട് ആ രീതിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മെച്ചം, ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും. മറ്റത് നമ്മളൊരു ബിസിനസ്സോ ഇപ്പോഴത്തെ ഈ നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ബിസിനസ്സോ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനാണ് 90% സാധ്യത. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വൈബ്രേഷൻ ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറി ഈ യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റിലായി കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ബിസിനസ് ആയാലും എന്തായാലും വളരെ സ്മൂത്തായി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് നീങ്ങുന്നത്. അത് നമ്മളിൽ നിന്ന് ഇപ്പോൾ വലിയ ബിസിനസ്സുകാരും മറ്റുള്ള ആളുകൾക്ക് അവർ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ആ ഫ്രീക്വൻസി യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിലാണ്. ഇപ്പോൾ പണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളിൽ നിന്ന് പോകുന്ന ആ ഒരു ഫ്രീക്വൻസി, അത് ഈ പ്രപഞ്ചത്തിലുള്ള മണി ഫ്രീക്വൻസിയുമായിട്ട് ജോയിൻ്റ് ആയി വരുമ്പോഴാണ് നമ്മളിലേക്ക് പണം ഒഴുകുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടം പോലെ പണം വരുന്നത്. അവർ മറ്റു പല കാര്യത്തിലും മോശം കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ആ കാര്യത്തിനനുസരിച്ചുള്ള ദോഷഫലങ്ങൾ അവരിലേക്ക് വരും. പക്ഷെ മണിയുടെ ഫ്രീക്വൻസി അവരുടെ ഉയർന്നു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരിലേക്ക് മണിയുടെ ഒരു ഒഴുക്ക് തന്നെ ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഏതാണോ നമ്മൾക്ക് ആവശ്യിച്ച ആ ഫ്രീക്വൻസി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം മണിയുടെ അല്ലെങ്കിൽ ഹാപ്പിനെസ്, ആരോഗ്യം, അങ്ങനെ എന്തിൻ്റെ വേണമെങ്കിലും ഫ്രീക്വൻസി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മളിലേക്ക് എത്തും, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ദോഷം വരുന്ന ഫ്രീക്വൻസികളും വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതും കൂടെ വരും. അപ്പം അത് വരാതിരിക്കാൻ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്രീക്വൻസി മുഴുവൻ ഈ പ്രപഞ്ചത്തിലോട്ട് കൊടുക്കുന്നത് നമ്മൾ നല്ല ഊർജമായിരിക്കണം, നല്ല പോസിറ്റീവായ ഊർജം. അത് നിരന്തരം നമ്മളിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അതിനൊരു വഴിയായി മാറും. അതൊരു പ്രപഞ്ചത്തിലേക്കുള്ളൊരു ശക്തമായ വഴിയായി മാറും. അതിലൂടെ നമ്മളിലേക്ക് ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. നമ്മൾ ഏത് ഫ്രീക്വൻസിയാണോ കൊടുക്കുന്നത്, മണിയെക്കുറിച്ചുള്ളതാണെങ്കിൽ മണി നമ്മളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. എല്ലാം കൂടി കൊടുക്കുന്ന ഹാപ്പിനെസ്, സന്തോഷം, എല്ലാ കാര്യങ്ങളും കൊടുത്താൽ അതെല്ലാം ജീവിതത്തെ അത്ഭുതകരമായി പിന്നീട് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മെഡിറ്റേഷനും അഫർമേഷനും വിഷ്വലൈസേഷനും
ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വേണം നമ്മൾ ആ നിലയിലെത്താൻ. അത് തുടക്കത്തിൽ ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും നടക്കില്ല. 21 ദിവസം മിനിമം നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോഴാണ് നമ്മൾ അതിലേക്കുള്ള ഒരു പാതയിൽ ആയിത്തീരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾക്ക് ഈ 21 ദിവസം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല അഫർമേഷനും പറഞ്ഞും പല ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറഞ്ഞും പല പിന്നെ രീതിയിൽ വിഷ്വലൈസ് ചെയ്തും നമ്മൾ ഒരുപാട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ഈ മെഡിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പം അത് നമ്മൾ മെഡിറ്റേഷൻ സ്ഥിരമാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മളിലേക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശക്തമായിട്ട് പിന്നീട് ഒരു ഒഴുക്കായിരിക്കും. അതിന് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി എന്നാൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത മാസം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു 20 ലക്ഷം അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റാൻഡിലാണോ നിൽക്കുന്നത് ആ സ്റ്റാൻഡിനോട് അനുബന്ധമായ കാര്യങ്ങൾ വേണം ആദ്യം വിഷ്വലൈസ് ചെയ്യാൻ. എങ്കിലാണ് അത് നമ്മളിലേക്ക് പെട്ടെന്ന് എത്തുള്ളൂ. കാരണം നമ്മുടെ മനസ്സ് വിശ്വസിക്കണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഈ നിന്ന് ചിലപ്പോൾ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ നമ്മൾ ആദ്യം അത് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആളെ പല വഴിക്കൊന്നും അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഒരു പിന്നെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു 4 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു 5,000 രൂപ കിട്ടുന്നതായിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസമായി. പിന്നെ അതിലും കുറച്ച് മുകളിലോട്ട് പിന്നെ അതിലും അങ്ങനെ ചെറുതിൽ നിന്നും തുടങ്ങി വലുതിൽ ചെന്ന് അവസാനിക്കണം. ചെറുതിലെ ആദ്യം തന്നെ വലുത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്നല്ല, അത് കിട്ടാൻ സമയം വരും. കാരണം നമ്മൾ ഇപ്പോഴത്തെ സ്റ്റാൻഡും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്താൻ, കാരണം നമ്മുടെ ഊർജം വളരെ താഴ്ന്നു നിൽക്കുന്നതായിരിക്കും. പിന്നെ നമ്മളെ ചിന്താഗതിയും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് അത്രയും വലിയൊരു എമൗണ്ട് നമ്മളിലേക്ക് വന്നു ചേരാൻ, അത്രയും വലിയൊരു കാര്യം നമ്മളിലേക്ക് വന്നു ചേരാൻ സമയമെടുക്കും. അപ്പോൾ സമയമെടുക്കും തോറും നമ്മുടെ മനസ്സിന് മടുപ്പ് വരും. ഇത് നടക്കുമോ നടക്കില്ലേ എന്നുള്ള ചിന്ത വീണ്ടും വരാൻ തുടങ്ങും. അപ്പം പിന്നെ അത് സമയം കൂടുതൽ ദൈർഘ്യപ്പെട്ടു പോകും, കൂടുതൽ സമയം വീണ്ടും ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങും. അത് നമ്മുടെ വൈബ്രേഷനുമായിട്ട് ഏകദേശം ചിലതൊക്കെ അലൈൻമെൻ്റ് ആയി നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് നമ്മളിലേക്ക് എത്താൻ തുടങ്ങും. അപ്പോൾ 4 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് കുറച്ച് പൈസ, 4 ദിവസം കൊണ്ട് കുറച്ച് ഇത്, അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ആൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മളവരുമായി കൂടിക്കാഴ്ച നടത്തുന്നത്, അല്ലെങ്കിൽ ഓഫീസിലെ ചില കാര്യങ്ങൾ, വീട്ടിലെ ചില കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്നത്, ജോലിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കാര്യം, അത് നേടിക്കഴിഞ്ഞ് ഓരോന്ന് കഴിയും തോറും അതിലും വലുത് അങ്ങനെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓരോന്ന് നടക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നീട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര വലുത് പ്രതീക്ഷിച്ചാലും നിങ്ങൾക്കത് കിട്ടും. കാരണം നിങ്ങളെ മനസ്സ് വിശ്വസിച്ച് കഴിഞ്ഞു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും എന്നുള്ളത് ഒരു ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ഏത് ലെവലിലേക്കുള്ളത് വിശ്വസിക്കാം. പിന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് വിഷ്വലൈസ് ചെയ്തു ഇനി എന്നിലേക്ക് വരും എന്നും പറഞ്ഞ് അവിടെ ഇരിക്കരുത്. അതിനുള്ള വഴികൾ നമ്മൾ പുറത്ത് തിരയണം. അതിനുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ച് അതിലേക്ക് എങ്ങനെ നമുക്കത് നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ട ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്താൽ ആ ആക്ഷൻ വളരെ എളുപ്പമാക്കി തരും നമ്മൾ ഈ ചിന്തിക്കുന്ന ചിന്തകൾ. അതിൽ കൂടെ പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അത് കിട്ടും. ഇപ്പം നമ്മളൊരു ലോട്ടറി എടുക്കാതെ നമ്മൾ ലോട്ടറി അടിക്കണം എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അത് അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലോട്ടറി എടുക്കുക തന്നെ വേണ്ടേ. എടുക്കാതെ ലോട്ടറി അടിക്കുന്നു ചിന്തിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെയാണ് നമ്മൾ ഈ വിഷ്വലൈസ് ചെയ്യുന്നത്. നമ്മൾ എത്ര വലിയ കാര്യം ചെയ്താലും അതിനുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറെടുപ്പ് നടത്തി അതിന് വേണ്ട കാര്യങ്ങളിലേക്ക് മുന്നിട്ട് ഇറങ്ങണം. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ നമ്മൾ അതിലേക്ക് ആക്ഷൻ എടുക്കാനും നമ്മൾ തയ്യാറാവും. കാരണം ഇങ്ങനെ ജീവിച്ച് മതിയായവരാണ് എല്ലാവരും. മറ്റൊരു വഴി കാണാത്തത് കൊണ്ടാണ്. വഴി ആരും പറഞ്ഞു കൊടുക്കാൻ ആർക്കും അറിയില്ല. അതല്ലെങ്കിൽ ആരോടത് ചോദിക്കേണ്ടത്, എവിടെയാണ് ഇത് റിയലായിട്ട് എങ്ങനെയാണ് ഇത് നടക്കുക എന്നുള്ളതും അറിയില്ല. ഒന്നും അറിയാത്തതിൻ്റെ പേരിലാണ് ആളുകൾക്ക്. അറിയുന്നുണ്ടെങ്കിൽ
എല്ലാവരും ആ വഴിയിലേക്ക് തിരിയും. ഇത് പല വീഡിയോയും കാണും, പല കാര്യങ്ങളും കാണും. ഇതിൽ കുറേയൊക്കെ ഇത് കുറേ പരിശ്രമിച്ച് നോക്കും, കുറേ അത് പരിശ്രമിച്ച് നോക്കും. ഒന്നിൽ ഉറച്ചു നിൽക്കാൻ ആർക്കും ഒരു ഐഡിയ ഇല്ല, ഏതിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് എവിടെയും എത്താം. ഇത് കുറച്ച് ചെയ്ത് അത് മടുത്ത് പോവും, അടുത്ത് കുറച്ച് ചെയ്യും, അടുത്ത് മടുത്ത് പോവും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ മനസ്സ് മടുക്കുന്നത്, നമുക്ക് കാര്യമായിട്ടൊന്നും നേടാൻ പറ്റാത്തത്. നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതാണോ നിങ്ങൾ ചെയ്യുന്ന ആ വ്യക്തിയോട് നിങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കുക. അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അതുമായി മുന്നോട്ട് പോവുക. അങ്ങനെ ഒന്നിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും. ഇത് എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഈ വൈബ്രേഷൻ, നിങ്ങൾ ഫ്രീക്വൻസി ഒരേ ലെവലിലാക്കി കഴിഞ്ഞാൽ, യൂണിവേഴ്സുമായിട്ട് ഒരേ ലെവലിലാക്കി കഴിഞ്ഞാൽ അത് മെഡിറ്റേഷൻ ചെയ്താൽ ചെയ്യാൻ പറ്റുന്നതാണ്. മെഡിറ്റേഷനിലൂടെ നമുക്കത് ഈസി ആയിട്ട് ആക്കിയെടുക്കാൻ പറ്റും. 21 ദിവസത്തെ മെഡിറ്റേഷൻ ചെയ്താൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമുക്കതൊരു ശീലമാവും. അപ്പോൾ ശീലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തുടർന്ന് പോകും. നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ തുടങ്ങിയാലും പിന്നെ ഈ മെഡിറ്റേഷൻ്റെ അനുഭവം കൊണ്ട് നമുക്കതിൽ നിന്ന് വിട്ടു പോരാൻ പറ്റില്ല. അത് നല്ലൊരു അനുഭവമാണത്. അത് ചെയ്തവർക്കേ അറിയുള്ളൂ. അതിനി ഒരു ദിവസം നമ്മൾ കുളിക്കാതിരുന്നാൽ, സ്ഥിരം കുളിക്കുന്ന ആൾക്ക് ഒരു ദിവസം കുളിക്കാതിരുന്നാൽ എങ്ങനെയാണ്, അതുപോലെയാണ് മെഡിറ്റേഷൻ ചെയ്യാതിരുന്നാൽ നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയിക്കാമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ സംശയം ക്ലിയറാക്കി പറഞ്ഞു തരുന്നതാണ്. എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.